ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ഇനി വീണ്ടും യാത്ര തുടരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ അടിമാലിയിലായിരുന്നു ഫുഡ് കഴിക്കാൻ ബ്രേക്ക് എടുത്തത്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലൂരിലേക്കുള്ള യാത്രയിലാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട്, പക്ഷേ ചൂടുണ്ട്. അറിയില്ല ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ സ്റ്റേ നമ്മളൊരു ടെൻറ്റ് ക്യാമ്പിങ് അങ്ങനത്തെ സെറ്റപ്പാണ് അറേഞ്ച് ചെയ്തേക്കണം, ബുക്ക് ചെയ്തേക്കണം സോറി. അപ്പോൾ അങ്ങോട്ടുള്ള ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ചെക്ക് ചെയ്യണം അതെങ്ങനെയാണ് പരിപാടികൾ എന്താണെന്നൊക്കെ നോക്കാം. കുഞ്ഞു, നിൻ്റെ ഷർട്ടും ആ സാധനം കറക്റ്റ് ചേർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടി ഞങ്ങൾ ഇവിടെ പ്രകൃതി രമണീയെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അളിയൻ്റെ ഫോട്ടോഷൂട്ട്, അപ്പുറത്ത് പ്രകൃതി രമണീയെ ഒപ്പിയെടുക്കുന്നു. മികച്ചൊരു വ്യൂവിലേക്കുള്ള യാത്രയിലാണ്. അവിടെ തണലുണ്ടെങ്കിൽ തണലുണ്ടെങ്കിൽ പൊളിക്കും. കൊള്ളാലോ, സാധനം കൊള്ളാം. ചിലപ്പോൾ താഴത്തേക്ക് പോകും. ഓ, നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ശൂലത്തിൽ നാരങ്ങ, ഇവിടെ എന്താ അമ്പലമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതാ പാറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് KGF റോക്കി താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. കുറേ അധികം വീടുകളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് അത് അമ്പലമാണെന്ന് തോന്നുന്നു. ആ കാണുന്ന ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. അത് തേയില ഫാക്ടറിയാണെന്ന് തോന്നുന്നു. പക്ഷെ സന്തൂർ ഡാഡിനെ കാണാനില്ല. ഇനി പുള്ളിനെ തപ്പണം. എന്തായാലും നമ്മൾ ബ്രേക്ക് എടുത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി 1 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തുമെന്ന് തോന്നുന്നു. ഫൈനലി വി ആർ റീച്ച്ഡ് ഇൻ ദ ലൊക്കേഷൻ. അടുക്കര കുഴപ്പമില്ല, നൈസ് വൈബാണ്. രാത്രി ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. രാത്രിത്തെ പരിപാടികളൊക്കെ അടുത്തൊരു എപ്പിസോഡിൽ നേടാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ. ഒന്ന് സെറ്റാവട്ടെ.